സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ചില ഷോപ്പിംഗ് പ്ലാറ്റ്ഫോംസ് നമുക്കത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഈ വന്ന കാലത്ത് ഷോപ്പിഫൈയും ആഡ്സും റൺ ചെയ്യാൻ പറ്റുന്ന ആർക്കും നിങ്ങളെ സ്കാം ചെയ്യാം. ഇത് സ്കാമിങ്ങിന്റെ ഒക്കെ ലെവല് വേറെ രീതിയിലാണ് കേട്ടോ. വൈറലാവുന്നതിന്റെ പിന്നിൽ ബീയിങ് ഒറിജിനൽ എന്നുള്ളതാണോ ഒരു റീസൺ? അറിയാണ്ട് വൈറലാവുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പോലും അറിയാതെ ഒറ്റ ഉറക്കത്തിൽ നീനീറ്റ് വരുമ്പോൾ വൈറലാവുന്ന ആൾക്കാരുണ്ട്. ആൾക്കാരെപ്പോഴും വ്യൂസിന്റെ പുറകെ മാത്രമാണ് പോകുന്നത്. അത് മാറിയിട്ട് ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഒരു സർവീസോ ഒരു പ്രൊഡക്റ്റോ ഉണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് സെയിൽസ്. ഇൻസ്റ്റഗ്രാം ഒരു യങ് വൈബ് ഉള്ള ഇതാണ്, ഫേസ്ബുക്ക് ഒരു തന്ത വൈബ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ ബേസിക്കലി അങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ലൈക്ക് ഓരോ പ്ലാറ്റ്ഫോമും യൂസ് ചെയ്യുന്ന ഡെമോഗ്രഫി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇപ്പോൾ ജെൻസിയെ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ പറയും അവർ ഏറ്റവും കൂടുതൽ ആഡ്സ് റൺ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവരേണ്ടത് സ്നാപ്ചാറ്റിലായിരിക്കണം. എപ്പോൾ സ്റ്റോറി ഇടാം, സ്റ്റോറി വ്യൂസ് കൂട്ടിയിട്ട് ആ വ്യൂസ് എങ്ങനെ എനിക്ക് ഫോളോവേഴ്സ് ആക്കി മാറ്റാൻ പറ്റും? സ്റ്റോറി വ്യൂസ് നിങ്ങൾക്ക് മാക്സിമം കൊണ്ടുവരാൻ പറ്റും. എത്ര പേര് ആ വീഡിയോയുടെ ബാർ പോകുമ്പോൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നിൽക്കും, വിച്ച് മീൻസ് ആ സ്റ്റോറി ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ടുണ്ട്. ശരിക്കും അതാണോ നമ്പറായിട്ട് എടുക്കുന്നത്? റീഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറി വ്യൂസ് കുറയും. നിങ്ങളെ കൂട്ടുകാർ നിങ്ങളെ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആളെ ടാഗ് ചെയ്തിട്ട് റീഷെയർ ചെയ്യാതെ. റീഷെയർ ചെയ്യുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. റിസ്വാനി ഞാൻ കണ്ടൊരു പോസിറ്റീവ് ഫാക്ടർ, ഒരു സാധനം വർക്കായി, പുള്ളി അത് കളഞ്ഞിട്ട് വേറെ പുറകെ പോയില്ല, പിന്നെ അത് തന്നെ ചെയ്തു. ഇത് പലരും ചെയ്യാത്തൊരു കാര്യമാണ്. റിസ്വാന് 500 മില്യൺ വ്യൂസ് കിട്ടി, പുള്ളി ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബൂസ്റ്റ് ചെയ്തായിരുന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആയിരിക്കത്തില്ല. ആർട്ടിഫിഷ്യൽ ബൂസ്റ്റിംഗ് ഒഴിവാക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ആക്ച്വലി പോസ്റ്റ് ചെയ്യുന്നത് തന്നെ മണ്ടത്തരം. വൈറൽ കണ്ടന്റ് ഉണ്ടാക്കുന്നതിന്റെ പിന്നിലെ കുറച്ച് എന്താ പറയാ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൺട്രോളബിൾ കാര്യങ്ങളുണ്ട്. ഞാൻ ഈയിടയ്ക്ക് റീസെൻ്റ് ആയിട്ട് കണ്ടൊരു സാധനമുണ്ട്. ഞാൻ പുള്ളിക്കാരന് മെസ്സേജ് അയക്കുകയും ചെയ്തു. നല്ല പ്രായമായ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾ, പുള്ളി വന്നിട്ട് ഭയങ്കര ക്രിക്കറ്റ് കളി. ആ വീഡിയോ ഓൾമോസ്റ്റ് 20 മില്യൺ പ്ലസ് സംതിങ് കണ്ട് കയറിയിട്ടുണ്ട്. മലയാളി തന്നെ. ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ ആ വീഡിയോ കണ്ടിട്ട് പുള്ളിയുടെ പ്രൊഫൈലിൽ ചെല്ലുമ്പം ഞാൻ കാണുന്ന കുറേ ദബ്സ്മാഷ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സാരില്ല. ഇഫ് ഹീ ഈസ് ക്രിയേറ്റിംഗ് കണ്ടന്റ് അറൗണ്ട് സെയിം പാറ്റേൺ. നിങ്ങൾക്ക് ഒരു വീഡിയോ മതി, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാം. പക്ഷെ ആ വീഡിയോ കഴിഞ്ഞിട്ട് വാട്ട്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? Hi everyone, welcome to Happy Frames. Design is a silent ambassador of a brand എന്നാണ് പറയുന്നത്. നമുക്ക് ഏതൊരു ബ്രാൻഡ് സൃഷ്ടിക്കണമെങ്കിലും ഒരു ഡിസൈൻ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സ്വന്തമായൊരു ബ്രാൻഡ് സൃഷ്ടിക്കുക, ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നത് ഏതൊരു ചെറുപ്പക്കാർ മാത്രമല്ല, ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ളവരും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഏറ്റവും നല്ലൊരു ഡിസൈൻ, ഏറ്റവും നല്ലൊരു പേഴ്സണൽ ബ്രാൻഡിങ് നടത്തുന്നതിന് നമ്മളെല്ലാവരെയും സഹായിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ക്ലൂസ് പറഞ്ഞു തരുന്ന ഒരു പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, ശ്രീ സുനിൽ ഐബിഗ്രാം. വെൽക്കം ടു ഹാപ്പി ഫ്ലെയിംസ്. താങ്ക് യു. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള ആ ഒരു പേര് തന്നെ കുറേ പേർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു പേരാണ്, കുറേ പേർക്ക് ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന പേരാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ബേസിക് ഐഡിയ? നിങ്ങൾക്കുള്ള സ്കില്ല്, നിങ്ങൾക്കുള്ള നോളജ് ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, ആ പേഴ്സണാലിറ്റി വഴി നിങ്ങൾക്ക് ഒരു ബിസിനസ് എങ്ങനെ കൊണ്ടുവരാം, ആ ബിസിനസ് ത്രൂ നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സമയത്ത് ആഡ്സ് റവന്യൂ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും ഇറ്റ് ക്യാൻ ബി വാട്ട് എവർ, അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അപ്പം നിങ്ങൾക്ക് അതിനുള്ള നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. അതെങ്ങനെ ഷെയർ ചെയ്യണം, എങ്ങനെ പറയണം, എന്ത് പറഞ്ഞുകൂടാ. സോ പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുക ബേസ്ഡ് ഓൺ ഒരു സ്പെസിഫിക് ടോപ്പിക് ആയിരിക്കാം, ഒരു ക്യാരക്ടർ ആയിരിക്കാം, നിഷ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിഹേവിയർ ആയിരിക്കാം. സോ trying to create that. That's a personal branding strategist. എനിക്ക് തോന്നുന്നു പേഴ്സണൽ ബ്രാൻഡിങ് മാത്രമല്ല, ഒരു ബിസിനസ് ബ്രാൻഡിങ് കൂടി ചെയ്യുന്നുണ്ട്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ചില ബിസിനസ്സുകൾക്ക് പേഴ്സണൽ ബ്രാൻഡിങ് മാച്ച് ആവും. പണ്ട് നമ്മുടെ ലൊക്കേഷനിൽ 2 ദന്തൽ ക്ലിനിക്കേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-20 ദന്തൽ ക്ലിനിക്കാണ് അല്ലേ. അപ്പം അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ആ കോമ്പറ്റീഷനിൽ ആൾക്കാർ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങളെ എന്തിന് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ ആ ഒരു പ്ലേസ്മെൻറ്റ്, ആ ഒരു വിസിബിലിറ്റി കൊടുക്കേണ്ടത് ആൾക്കാർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യണം അല്ലേ. ആൾക്കാർ നിങ്ങളെ വിശ്വസിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അതോറിറ്റി വേണം. ആ അതോറിറ്റിക്ക് എങ്ങനെ ഒരു ബ്രാൻഡിനെ ഹെൽപ്പ് ചെയ്യാം, ആ ബ്രാൻഡിന് എങ്ങനെ ഒരു ഫേസ് കൊണ്ടുവരാം. ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ഓൾ അബൌട്ട് സെല്ലിങ് യുവർ ഇമോഷൻസ് റാദർ ദാൻ സെല്ലിങ് യുവർ സർവീസസ് എന്ന് കേട്ടിട്ടുണ്ട്.
ഇമോഷൻസിന് എത്രത്തോളം റോൾ ഉണ്ട് ഈ ഒരു സോഷ്യൽ അല്ല, മീഡിയ മാർക്കറ്റിംഗ്? ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ വാട്ട് സർവീസ് യു ആർ പ്രൊവൈഡിങ്. ഇമോഷൻസ് വർക്ക് ആവും. കാരണം ഒരു പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ആൾക്കാർ നമ്മളെ കണക്ട് ചെയ്യുന്നത് പേഴ്സണലി ആണ്, അല്ലേ? ചില ബ്രാൻഡുകൾക്ക് നിങ്ങൾക്ക് ഒരു പേഴ്സണാലിറ്റി സൈഡ് വേണമെന്നില്ല. ചിലപ്പം ചില ആൾക്കാരുടെ സംസാര ശൈലി ആയിരിക്കും നമുക്ക് ഇഷ്ടം, അല്ലേ? ചില ആൾക്കാരുടെ ടോൺ ആയിരിക്കും നമുക്ക് ഇഷ്ടം, ലുക്ക് ആയിരിക്കാം, ഇടുന്ന ഡ്രസ്സ് ആയിരിക്കും. അപ്പം ദർ ഈസ് എ പേഴ്സണാലിറ്റി ബിഹൈൻഡ് എവറി ബ്രാൻഡ്. പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവൻസറോ ക്രിയേറ്ററോ ആകുമ്പോൾ ക്രിയേറ്റേഴ്സ് നല്ല രീതിയിൽ വൈറലാവാറുണ്ടല്ലേ? പക്ഷേ ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ സൗണ്ട് ആയിരിക്കാം, ചിലപ്പം നിങ്ങൾ സംസാരിക്കുന്ന ഒരു രീതി ആയിരിക്കാം. അപ്പം ഐഡന്റിഫൈ ദാറ്റ്, പ്ലേസ് ദാറ്റ്. ആ ഒരു പേഴ്സണാലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ബിസിനസ്സിലോട്ട് കൺവേർട്ട് ആവും. ആൾക്കാർ എപ്പോഴും വ്യൂസിന്റെ പുറകെ മാത്രമാണ് പോകുന്നത്, എങ്ങനെയെങ്കിലും വ്യൂസ് കിട്ടണം എന്നുള്ളതാണ്. അത് മാറിയിട്ട് ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്കൊരു സർവീസോ ഒരു പ്രൊഡക്റ്റോ ഉണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് സെയിൽസ്. ഈ പേഴ്സണാലിറ്റി കൊണ്ടുവരിക എന്ന് പറയുമ്പം അത് നമ്മൾ സ്വയം ഐഡന്റിഫൈ ചെയ്യണോ, അതെയോ നമ്മുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ യുണീക്ക് പേഴ്സണാലിറ്റി ഈ കാണുന്ന അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവർ നാച്ചുറലി ഇഷ്ടപ്പെടുവാണോ? എങ്ങനെയാണ് അതിന്റെ ഇത് പ്രൊസീജിയർ? രണ്ട് രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സംടൈംസ് പീപ്പിൾ പ്രിറ്റൻഡ് ടു ബി സമ്മൺ, അല്ലേ? നമ്മൾ ഇല്ലാത്തൊരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എപ്പോഴും ക്ലയൻസിനോട് അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയാറുള്ളത്, എന്താണോ നിങ്ങൾ അതിൻ്റെ ഒരു 1-2 ഡിഗ്രി കൂട്ടുക. അതിനകത്ത് ഒരു ഓവർ എക്സൈറ്റഡ് ആവണമെന്നോ ക്യാമറയുടെ മുന്നിൽ ഒന്ന് തുള്ളിച്ചാവണമെന്നോ അങ്ങനൊന്നും ഇല്ല. ഇപ്പം ഇല്ലാത്ത പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നോക്കരുത്. നാച്ചുറലായി. നിങ്ങൾക്കുള്ളത് നാച്ചുറലായിട്ട് ഇവോൾവ് ആയി വന്നോളും. ആരെയും കോപ്പി അടിക്കാണ്ടിരിക്കുക. ഒരാൾ ക്യാമറയുടെ മുന്നിൽ വന്ന് ഹായ് ഗായ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് കോപ്പി അടിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വർക്ക് ആവണമെന്നില്ല. നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈൽ കൊണ്ടുവരാൻ നോക്കുക. നിങ്ങൾക്കത് ഓക്വേർഡായിട്ട് തോന്നും, പക്ഷേ ഓൺ ദ വേ ഇഷ്ടപ്പെടാം. പീപ്പിൾ വിൽ അക്സെപ്റ്റ്. നമുക്ക് ഫോളോവേഴ്സിനേക്കാൾ കൂടുതൽ ഫോളോയിങ് എന്ന് പറയുന്ന സെക്ഷനിലാണ്. നമുക്കതൊരു സങ്കടകരമായ വസ്തുതയാണ്. നമുക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക്, അതായത് ഫോളോവേഴ്സിന്റെ എണ്ണം കൂടിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആവശ്യം. ഈ ഒരു ബേസിക് ആവശ്യം നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പലരുടെയും ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് തന്നെ. അത് അത്ര വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടുന്നവർക്ക് അത് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ആ ഒരു വൈരുദ്ധ്യം എങ്ങനെ മറികടക്കാൻ പറ്റും? പല പേജുകളും നമ്മൾ കണ്ടിട്ടുണ്ട് 17 മില്യൺ 20 മില്യൺ ഒക്കെ വ്യൂസ് പോയിട്ടും അവർ ഇപ്പം 1000 ഫോളോവേഴ്സ് തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ 1200 1000 ഒരു 500 ത്രഷോൾഡോട്ടൊന്നും പോത്തില്ല, അതിനകത്ത് നിൽക്കും. ഇവരുടെയൊക്കെ പേജ് കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടൊരു വീഡിയോ ഉണ്ട്, ഒരു വൈറൽ വീഡിയോ ആയിരുന്നു. ഓൾമോസ്റ്റ് 20 മില്യൺ സംതിങ് ആണ് അതിന് വ്യൂസ് കിട്ടിയത്. വേറെ ഒന്നുമില്ല, ഒരു ബോൾ ഒരിടത്ത് കുത്തി ഇങ്ങനെ മേളിലോട്ട് പൊങ്ങി താഴെ വീഴുന്നു, സ്റ്റമ്പിൽ കൊള്ളുന്നു, അവിടെ എന്തോ ഒരു കോമഡി നടക്കുന്നുണ്ട്. ആ വീഡിയോ നല്ല റീച്ച് പോയി, പക്ഷേ ആർക്കും കൺവേർഷൻ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു വീഡിയോയ്ക്ക് വൈറാലിറ്റി കിട്ടിയെന്ന് വിചാരിക്കാം, നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. ഇൻ കേസ് ആരെങ്കിലും ആ വീഡിയോ കൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ വരുമ്പോൾ അവർക്ക് ആ സെയിം ടേസ്റ്റിലുള്ള കാര്യങ്ങൾ കാണണം. അല്ലെങ്കിൽ അവരിപ്പം ഞാൻ ഒരു കടയിൽ ഒരു ബോർഡ് കണ്ടു. ആ ബോർഡ് കണ്ടിട്ട് ഞാനൊരു സാധനം എക്സ്പെക്ട് ചെയ്തിട്ടാണ് ആ കടയിൽ കയറുന്നത്. കടയിൽ കയറുന്ന സമയത്ത് ആ സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും നോക്കൂ? ഇല്ല. അതേപോലെ നമ്മൾ ഇറങ്ങി വരാം. കാരണം വൈറൽ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒരു വീഡിയോ വൈറലായി, അതിനകത്ത് എന്തോ ഒരു യുണീക്ക് ഫാക്ടർ കാണും. മേ ബി അത് നിങ്ങളുടെ പ്രസന്റേഷൻ ആയിരിക്കാം, മേ ബി അതിനകത്തിലെ കോമഡി ആയിരിക്കാം, മേ ബി അതിനകത്തിലെ കോണ്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിനകത്തിലെ ഒരു മേജർ ആയിട്ടുള്ള കോർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ കാണും. ഈ ഫാക്ടറിന് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രൊഫൈലിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺവേർഷൻ വരത്തില്ല, നിങ്ങൾക്ക് ഫോളോവേഴ്സിന് ബിൽഡ് ആകത്തില്ല. പല പ്രൊഫൈലുകളുടെയും പ്രശ്നം ഇത് തന്നെയാണ്. ഇന്നൊരു കാര്യം ചെയ്യും, നാളെ വേറൊരു കാര്യം ചെയ്യും, മറ്റന്നാളെ വേറൊരു കാര്യം ചെയ്യും. സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേ പാറ്റേണിലുള്ള കുറെ കോണ്ടന്റ്സ് വേണം. ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ പൊക്കോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് കൺവേർഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞാൻ ഈയിടയ്ക്ക് റീസെൻ്റ് ആയിട്ട് കണ്ടൊരു സാധനമുണ്ട്. ഞാൻ പുള്ളിക്കാരന് മെസ്സേജ് അയക്കുകയും ചെയ്തു. നല്ല പ്രായമായ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾ. പുള്ളി വന്നിട്ട് ഭയങ്കര ക്രിക്കറ്റ് കളി. ആ വീഡിയോ ഓൾമോസ്റ്റ് 20 മില്യൺ പ്ലസ് സംതിങ് കണ്ട് കയറിയിട്ടുണ്ട്. മലയാളി തന്നെ. ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ ആ വീഡിയോ കണ്ടിട്ട് പുള്ളിയുടെ പ്രൊഫൈലിൽ ചെല്ലുമ്പം ഞാൻ കാണുന്ന കുറേ ദബ്സ്മാഷ, ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സാരില്ല. ആളുടെ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനൊക്കെ അപ്പുറമാണ്. ഇഫ് ഹീ ഈസ് ക്രിയേറ്റിംഗ് കണ്ടന്റ് അറൗണ്ട് ദ സെയിം പാറ്റേൺ, ആലോചിച്ച് നോക്കും. ഒരു യുണീക്നെസ് ഉണ്ട്. അത്രയും പ്രായമായ ഒരാൾ കളിക്കുന്നു, നല്ല രീതിയിൽ പ്ലേ ചെയ്യുന്നു. അപ്പം ആ ഒരു യുണീക്നെസ് പല ആൾക്കാരിലും ഉണ്ട്. പക്ഷേ ആൾക്കാരതൊന്നും ഐഡന്റിഫൈ ചെയ്യാതെ എന്തിൻ്റെയൊക്കെയോ പുറയിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ്. വേറൊരാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജേർണി സ്റ്റാർട്ട് ആയത് മൊബൈൽ ഫോട്ടോഗ്രാഫി, മൊബൈൽ വീഡിയോഗ്രാഫി എന്നാണ്. ഞാൻ ഐഡന്റിഫൈ ചെയ്ത്, എനിക്ക് പണ്ട് മുതലേ മൊബൈലിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇഷ്ടമായിരുന്നു. അത് വെച്ചിട്ട് ടിക്ടോക്കിൽ ഒരു പേജ് തുടങ്ങി. ആ പേജ് നല്ല രീതിയിൽ വൈറലായി. ടിക്ടോക്ക് ബാനായി, ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തു, റീല് വന്നു. ആർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം എനിക്ക് മൊബൈലിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അറിയാം. ഞാൻ 2-3 ഇൻഫ്ലുവൻസേഴ്സിന് അത് പറഞ്ഞു കൊടുത്തു. റീല് ടിക്ടോക്കിൽ ഗ്രോത്ത് കിട്ടിയോണ്ട് എനിക്കറിയാം ഈ ടിക്ടോക്കിൽ ഷോർട്ട് വീഡിയോസ് എങ്ങനെയാണ് വർക്ക് ആവുന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. സെയിം പാറ്റേൺ തന്നെയാണ് റീൽ. അപ്പോൾ റീൽ ഇങ്ങനെയൊക്കെയാണ് വർക്ക് ആവുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ക്യാമറയുടെ ആവശ്യമില്ല, ഫോൺ വെച്ചിട്ടും ചെയ്യാമെന്ന് പറഞ്ഞൊരു 3-4 പേരെ ഞാൻ ട്രെയിൻ ചെയ്തു. അവർക്ക് നല്ല റിസൾട്ട് കിട്ടി. എൻഡ് ഓഫ് ദ ഡേ അവരെനിക്ക് പേയ്മെന്റ് തന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഒരു മോണിറ്റൈസേഷൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ദെൻ ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി.
ആദ്യം കൺസൾട്ടേഷൻസ് ആയിരുന്നു, പിന്നെ പതുക്കെ പേജ് മാനേജ്മെൻറ്റിലോട്ട് മാറി, പിന്നെ ലൈക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പോയത്. എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് എൻ്റെ മൊബൈൽ ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലും സ്കില്ല് മോണിറ്റൈസ് ചെയ്യാന്നുള്ളതാണ്. ഇതുപോലെ പലർക്കും പല നോളജ് ഉണ്ട്. ബേസിക്കലി വൈറലാവുന്നതിന്റെ പിന്നിൽ ബീങ് ഒറിജിനൽ എന്നുള്ളതാണോ ഒരു റീസൺ? അറിയാണ്ട് വൈറലാവുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പോലും അറിയാതെ ഒറ്റ ഉറക്കത്തിൽ എണീറ്റ് വരുമ്പോൾ വൈറലാവുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ ആ റിസ്വാൻ എന്ന് പറഞ്ഞ ഫുട്ബോളറുണ്ട് അല്ലേ, അത് ഐഡന്റിഫൈ ചെയ്ത് റിസ്വാനെ സംബന്ധിച്ചിടത്തോളം, റിസ്വാന് ഞാൻ കണ്ടൊരു പോസിറ്റീവ് ഫാക്ടർ, ഒരു സാധനം വർക്കായി, പുള്ളി അത് കളഞ്ഞിട്ട് വേറെ പുറകെ പോയില്ല, പിന്നെ അത് തന്നെ ചെയ്തു. ഇത് പലരും ചെയ്യാത്തൊരു കാര്യമാണ്, പുള്ളി നല്ല രീതിയിൽ ചെയ്തു. സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്, ഒരു സാധനം പോസ്റ്റ് ചെയ്തു, അത് വൈറലായി, പിന്നെ അവർ ആ പാറ്റേൺ പിടിക്കത്തില്ല. എപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യാന്നുള്ളതാണ്. പുള്ളി എവിടെ പോയാലും അത് ചെയ്യും, എപ്പോൾ ചെയ്താലും പുള്ളിക്ക് വൈറാലിറ്റി ഉണ്ട്. അതിൻ്റെ പല പല പാറ്റേൺ പുള്ളി ട്രൈ ചെയ്തു. അങ്ങനെ ട്രൈ ചെയ്താണ് മറ്റേ ബോള് വെള്ളച്ചാട്ടത്തോട്ട് ഇട്ട് താഴെ. എനിക്കൊന്ന് ലോകത്തിൽ തന്നെ ഒരു സിംഗിൾ ക്രിയേറ്ററിന് കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ വ്യൂസ് ആണ് ഇതുവരെ. ഇപ്പം ഓൾമോസ്റ്റ് 500 മില്യൺ പ്ലസ് കണ്ടു കയറി. അത് പല പല കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടാണ്. അപ്പം പുള്ളിക്ക് അത് ചെയ്തപ്പോൾ വേണമെങ്കിൽ വീഡിയോ എടുക്കാതിരിക്കായിരുന്നു അല്ലേ. അപ്പം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഓൾവേസ് ട്രൈ ടു ഡോക്യുമെന്റ്. പണ്ടൊക്കെ ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ആരുടെയും കൈ ഫോണില്ല. ഇപ്പം എല്ലാവരുടെയും കൈ സ്മാർട്ട് ഫോൺ ഉണ്ട്. ഐഫോൺ ഇല്ലാത്ത ആൾക്കാരെ നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ ഐഫോൺ കാണും. ട്രൈ ടു ഡോക്യുമെന്റ് ഇറ്റ്. ആ ഒരു ഡോക്യുമെന്റേഷനിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റും അതാണ്. നിങ്ങൾക്ക് ഒരു വീഡിയോ മതി, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാം. പക്ഷെ ആ വീഡിയോ കഴിഞ്ഞിട്ട് വാട്ട്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജ് എത്ര പേരെടുക്കും. ഇപ്പം മറ്റേ കുംഭമേള വരുന്ന കുംഭമേള മൊണാലിസ പുള്ളിക്കാരത്തി കേരളത്തിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്ത് അല്ലേ, സിനിമയിൽ ബോളിവുഡിൽ. അത് എങ്ങനെ സംഭവിച്ചു? കുംഭമേളയിൽ ഈ പാപ്പരാസികൾ ഇങ്ങനെ വെറുതെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി, എല്ലായിടത്തും ഡിസ്കഷൻസ് കാണുന്നു. പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ ബോളിവുഡിലാണ് ചാൻസ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകത ഞാൻ പറയാം, റാൻഡം ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ യു ക്യാൻ പോസ്റ്റ് എനിത്തിങ്. ഇപ്പം സിനിമയിൽ ചാൻസ് കിട്ടാൻ നോക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒരു കൈൻഡ് ഓഫ് പാരഡൈസ് തന്നെയാണെന്ന് ഞാൻ പറയും. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് സിനിമയിലേക്ക് വരുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രസൻസ്, ഇപ്പം എഡിറ്റേഴ്സ്, ഞാൻ കണ്ടിട്ടുള്ള എഡിറ്റേഴ്സ് കുറെ പേരുണ്ട്. KGF 2 എഡിറ്റ് ചെയ്ത പയ്യൻ, ആള് ഫസ്റ്റിന്റെ എനിക്ക് തോന്നുന്നു എന്തോ ഒരു കട്ട് വേർഷനും കണ്ട് യൂട്യൂബിലിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് സെക്കൻഡിലേക്ക് കോൺടാക്ട് ചെയ്യുന്നത്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ എത്ര പേര് യൂസ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഈ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കമ്പാരിസൺ ഉണ്ട്. ഇൻസ്റ്റഗ്രാം ഒരു യങ് വൈബ് ഉള്ള ഇതാണ്, ഫേസ്ബുക്ക് ഒരു തന്ത വൈബ് ഉള്ള ഏരിയ ആണ്. അപ്പൊ ബേസിക്കലി അങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ലൈക്ക് ഓരോ പ്ലാറ്റ്ഫോമും യൂസ് ചെയ്യുന്ന ഡെമോഗ്രഫി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇപ്പം നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോട് പറയാറുള്ളത്, നിങ്ങളുടെ പ്ലാറ്റ്ഫോം അറിഞ്ഞിട്ട് കോണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ നോക്കും. ഇപ്പം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 40+ അല്ലെങ്കിൽ 50+ അല്ലെങ്കിൽ 40+ ഉള്ള ആൾക്കാർ, 40 എന്ന് ഞാൻ പറയത്തില്ല, 40+ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമാണ്. ഒരു 50+ ഉള്ള ആൾക്കാരെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്ക് ഈസ് യുവർ പ്ലേസ്. പ്ലാറ്റ്ഫോം അറിഞ്ഞു നോക്കുക. കാറ്റഗറി ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഓരോ വർഷവും കഴിഞ്ഞു പോകല്ലേ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്നാ 2016 ലോഞ്ച് ചെയ്തത്. അന്ന് 2016 20 വയസ്സുള്ള ആൾക്കാർ, 30 വയസ്സുള്ള ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ 40 വയസ്സായി അല്ലേ. അപ്പം നിങ്ങൾക്കൊരു സെൽഫ് അനാലിസിസ് വേണം. ഇപ്പോൾ ജെൻസിയെ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ പറയും അവർ ഏറ്റവും കൂടുതൽ ആഡ്സ് റൺ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവരേണ്ടത് സ്നാപ്ചാറ്റിലായിരിക്കണം. ഇൻസ്റ്റയും കഴിഞ്ഞ് സ്നാപ്ചാറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബെറ്റർ ഡിസ്ട്രിബ്യൂഷൻ. 15 to 20 അതിനിടയ്ക്കുള്ള ആൾക്കാരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അതിനകത്ത് കുറേ ആൾക്കാർ എപ്പോഴും സ്നാപ്ചാറ്റിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ നല്ല രീതിയിൽ പറ്റും. ബേസ്ഡ് ഓൺ നിങ്ങളുടെ ടാർഗറ്റ്, നിങ്ങളുടെ ഐഡിയൽ ടാർഗറ്റ് ഓഡിയൻസിൽ വരുന്ന ഐഡിയൽ ടാർഗറ്റിൽ വരുന്ന ക്ലയൻസ്, നിങ്ങളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ആരാണോ അവരെവിടെയാണോ എന്നുള്ളത് നോക്കുക. ഇറ്റ് ക്യാൻ ബി ഓൺ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, ലിങ്ക്ഡിൻ. ലിങ്ക്ഡിനെ സംബന്ധിച്ചിടത്തോളം ഫോർമലാണോ, കുറച്ചുകൂടെ പ്രൊഫഷണൽ ആണ്. ജോലി നോക്കുന്ന ആൾക്കാർ, CEOs, നല്ല നല്ല തോട്ട്സ് വരുന്നുണ്ട് അതിനകത്ത്, കുറച്ചുകൂടെ പ്രൊഫഷണൽ ടൈപ്പാണ്. ഇൻസ്റ്റാഗ്രാം വന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ്. ജനറലി പറയുകയാണെങ്കിൽ ഒരു 10 വർഷം മുന്നേ കോണ്ടന്റ് ഇത്രയും ഒരു ഡെമോക്രാറ്റിക് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ഒരു കുറച്ചുകൂടെ സെൻട്രലൈസ്ഡ് ആയിരുന്നു അല്ലേ. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് കോണ്ടന്റ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൊജക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്ലേസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ TVC കൊടുക്കണം. ഇപ്പോൾ കുറച്ചുകൂടെ ഡീസെൻട്രലൈസ്ഡ് ആണ്, എല്ലാവർക്കും ആക്സസ് ഉണ്ട്. ഇപ്പം നാളെ കോണ്ടന്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒറ്റ വീഡിയോ കൊണ്ട് പേജ് എന്ത് ചെയ്യാം, 10K ആക്കാം. സോ ഒറ്റ രാത്രി കൊണ്ട് എന്ത് സംഭവിക്കാം, അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം അതിൽ തന്നെ ഈ ഫേക്ക് ഫോളോവേഴ്സ് ഒരു വലിയ വിഭാഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ പറഞ്ഞത് ഒരു റൂമിനകത്ത് നിങ്ങൾ ഇരിക്കുക, കുറെ ചത്ത ഡെഡ് ബോഡികൾ കിടപ്പുണ്ട്. അതിനകത്തോട്ട് നിങ്ങൾ ഇന്ററാക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് നോബഡി ഈസ് ഗോയിങ് ടു റിയാക്ട് ടു എനിത്തിങ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് നമ്പേഴ്സിനെ വെക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട ബേസിക് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് എന്ത് 10K ഫോളോവറുള്ള ഒരു പേജ്. ഇതിന്റെ പ്രശ്നം നിങ്ങൾ മേടിക്കുന്ന പേജ് നിങ്ങളുടെ പ്രൊഡക്റ്റുമായിട്ടോ നിങ്ങളുടെ സർവീസുമായിട്ടോ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളുമായിട്ടോ യാതൊരു ബന്ധവും കാണത്തില്ല. ഇനി ബന്ധം ഉണ്ടെങ്കിൽ തന്നെ അവർ ഡെഡ് ഫോളോവേഴ്സ് അല്ലെന്ന് വിചാരിക്കുക, ഫേക്ക് ഫോളോവേഴ്സ് അല്ല, ഒറിജിനൽ ഫോളോവേഴ്സ് ആണെങ്കിലും നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ എന്താണെന്നോ ഒരു കാര്യം അവർക്ക് അറിയത്തില്ല. അത് ആക്ച്വലി ഫോളോവേഴ്സ് അല്ല. ഫോളോവർ എന്നുള്ള മീനിങ് തന്നെ എന്താണ്? നിങ്ങളെ അറിയുന്ന ആൾക്കാരാണ്. അറിയാത്ത ആൾക്കാരെ മേടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പം ഫേക്ക് ഫോളോവേഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യുക, നമ്പർ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഇനി ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പുറത്ത് കാണിക്കാൻ വേണ്ടി ചെയ്യാം. എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹാവ് ആൻ ഓർഗാനിക് പേജ്. ഓർഗാനിക്കായിട്ട് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്ന നിങ്ങളുടെ ഫാൻസായിട്ട്, നിങ്ങളുടെ ഫോളോവറായിട്ട് ലൈക്ക് ഓരോരോ സ്റ്റേജ് ഉണ്ട്. ആദ്യം ഫോളോവർ ആവും അല്ലേ, പിന്നെ ഫാൻസ് ആവും. അത് കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ലോയൽ ഫോളോവേഴ്സ്. നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റോ സർവീസോ നിങ്ങൾ പോകുന്ന എങ്ങാണോ അങ്ങോട്ട് വരും ആൾക്കാർ. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞ് ലോങ് ടേമിൽ ബിസിനസ് ആണെങ്കിലും ബ്രാൻഡ് ആണെങ്കിലും ക്രിയേറ്റ് ആണെങ്കിലും നശിച്ചു പോകത്തേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റിനോടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഒരു കാര്യം ചോദിക്കണം, എപ്പോൾ സ്റ്റോറി ഇടണം? ഏതാണ് രാഹുകാലം? അല്ലെങ്കിൽ ആ സ്റ്റോറി വ്യൂസ് കൂട്ടിയിട്ട് ആ വ്യൂസ് എങ്ങനെ എനിക്ക് ഫോളോവേഴ്സ് ആക്കി മാറ്റാൻ പറ്റും? സ്റ്റോറി വ്യൂസ് നിങ്ങൾക്ക് മാക്സിമം കൊണ്ടുവരാൻ പറ്റും. 10K ഫോളോവറുള്ള ഒരു പേജ് ആവറേജ് സ്റ്റോറി വ്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 10 to 20% ആയിരിക്കും. നല്ല ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോറി ഇടുവാണെന്നുണ്ടെങ്കിൽ. ഇപ്പം സ്റ്റോറി ഇമേജസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കർ ഉണ്ട്, അറിയായിരിക്കും. നിങ്ങളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇമേജ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അത് മിനിമൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, ഫോട്ടോ മാത്രമേ പറ്റുള്ളൂ. അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഇത് മാക്സിമം ആൾക്കാരോട്ട് പുഷ് ചെയ്യും. കാരണം ഇത് ഇൻസ്റ്റാഗ്രാമിൻ്റെ പുതിയൊരു ഫീച്ചറാണ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്ക് ഒരു അൽഗോരിതം ഉണ്ട്. റീലിന് അൽഗോരിതം ഉള്ള പോലെ സ്റ്റോറിക്ക് ഒരു അൽഗോരിതം ഉണ്ട്. കാരണം എല്ലാവരും കുറേ ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും സ്റ്റോറി എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്കത് റാങ്ക് ചെയ്യണം, ആരുടെ സ്റ്റോറി ആര് കാണണം എന്നുള്ളത്. ആ റാങ്കിങ്ങിന് ദർ ഇസ് എ സിസ്റ്റം ഫോർ ദാറ്റ്. ആ സിസ്റ്റം എന്ന് പറയുന്നത് അൽഗോരിതം വെച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കേസ് വരുവാണെന്നുണ്ടെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ആരാണോ അവർക്ക് കുറച്ചുകൂടെ ഈ സ്റ്റോറി ക്യൂ എന്ന് പറയും. നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റുമല്ലോ, ആ ക്യൂവിൽ ഒരു പുഷ് കിട്ടും. അത് കാരണമാണ് നിങ്ങൾക്ക് മാക്സിമം സ്റ്റോറീസ് വരുന്നത്. അതേപോലെ എൻഗേജ്മെൻറ്റ് കൂടുതലുള്ള സ്റ്റോറീസ്. ചിലപ്പം ഫോട്ടോസ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. എൻഡ് ഓഫ് ദ ഡേ നിങ്ങളിപ്പം സ്റ്റോറി കാണുന്ന സമയത്ത് മേളിലൊരു ബാർ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീഡിയോ ബാർ, വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും. എത്ര പേര് ആ വീഡിയോയുടെ ബാർ പോകുമ്പോൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നിൽക്കും? വിച്ച് മീൻസ് ആ സ്റ്റോറി ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഒരു 5 പേര്, അതാണോ നമ്പർ ആയിട്ട് എടുക്കുന്നത്? നമ്പർ അല്ല, അതാണ് ആക്ച്വലി അവർ റാങ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെട്രിക്. ഇതാ എത്ര പേരെ കാണിക്കണം എന്നുള്ളത്. ഇപ്പം അത് ആദ്യത്തെ 2 സെക്കൻഡ് തന്നെ സ്കിപ്പ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാക്റ്റീവ് അല്ല. അപ്പോൾ എന്ത് ചെയ്യും? ആൾക്കാരെ കാണിക്കുന്നത് നിങ്ങൾക്ക് വ്യൂസ് കുറവായിരിക്കും. അപ്പം നിങ്ങളൊരു ഒരു സ്റ്റോറിക്കകത്ത് 5 പേരുണ്ട്, 5 പേരെ നിങ്ങൾ ടാഗ് ചെയ്തിട്ട് ഇട്ടു, ടാഗ് ചെയ്യാതെ ഇട്ടു. ടാഗ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത് ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ അതേ ക്ലിക്ക് ചെയ്തിട്ട് മറ്റുള്ള പ്രൊഫൈലിൽ പോകും. ടാഗ് ചെയ്തില്ലെങ്കിൽ ആ ഫോട്ടോ കൊണ്ട് അപ്പോഴേ പോകും. സോ എൻഗേജ്മെൻറ്റ് കൂടുതൽ വേണം. അപ്പം എൻഗേജ്മെൻറ്റ് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാം, പോൾസ് യൂസ് ചെയ്യാം, ഫോട്ടോസ് യൂസ് ചെയ്യാം. വീഡിയോസ് ആണെങ്കിലും നിങ്ങളുടെ പിന്നെ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ പറയാറുണ്ട്, പേഴ്സണൽ ബ്രാൻഡ്, സ്പെഷ്യലി പേഴ്സണൽ ബ്രാൻഡ് വരുന്ന സമയത്ത് ഓവറായിട്ട് സെയിൽസ് ചെയ്യാവരുത്. നിങ്ങൾ ഭയങ്കര സെയിൽസ് കൊണ്ടുവന്നിട്ട് അതിന് മാറിയിട്ട് കുറച്ച് പേഴ്സണാലിറ്റി സാധനങ്ങളൊക്കെ ഇടണം. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാം അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ടിനെ പറ്റിയിട്ട് പറയാം, നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്തിനെ പറ്റിയിട്ട് പറയാം. ഇത് ആൾക്കാരോട്ട് കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് വരുന്നുണ്ടോ അത്രത്തോളം ആൾക്കാരിലോട്ട് പുഷ് ചെയ്യും. ദാറ്റ്സ് ഹൗ സ്റ്റോറി അൽഗോരിതം ഈസ് വർക്കിംഗ്. പിന്നെ റീഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറി വ്യൂസ് കുറയും. ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. നിങ്ങളുടെ ഒരു ഫ്രണ്ട് ടാഗ് ചെയ്തു, അപ്പം ആ ടാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ റീഷെയർ ചെയ്തില്ലെങ്കിൽ ഞാൻ അവനെ അപമാനിച്ചതിന് തുല്യമായിട്ടാണ് ഇപ്പം എല്ലാവരും കാണുന്നത്. ആക്ച്വലി നിങ്ങളുടെ സ്റ്റോറി വ്യൂസ് കുറയ്ക്കുക. കാരണം ഇത് നിങ്ങളുടെ ഒറിജിനൽ സ്റ്റോറി അല്ല, വേറെ ആളെ സ്റ്റോറി എടുത്തിട്ട് നിങ്ങൾ കൊണ്ടുവരിക. അപ്പം റീഷെയർ സ്റ്റോറീസ് ഇൻസ്റ്റാഗ്രാം പുഷ് ചെയ്യത്തില്ല. എപ്പോഴും നല്ലത് ഒറിജിനൽ സ്റ്റോറീസ് ഇടുക. നിങ്ങളെ കൂട്ടുകാർ നിങ്ങളെ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആളെ ടാഗ് ചെയ്തിട്ട് റീഷെയർ ചെയ്യാതെ. റീഷെയർ ചെയ്യുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. സ്റ്റോറി വ്യൂസ് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവും. ഇനി ഇങ്ങനെ ടാഗ് ചെയ്തോ അല്ലെങ്കിൽ മെൻഷൻ ചെയ്ത് ഇടുവാണെങ്കിൽ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കാം. അല്ല, അവരോട് പറയാം എൻ്റെ സ്റ്റോറി വ്യൂസ് കുറയും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ആളെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ടാഗ് ചെയ്തിട്ട് സെയിം എൻഡ് ഓഫ് ദ ഡേ നത്തിങ് ചേഞ്ച് അല്ലേ. റീഷെയർ ചെയ്ത് ടാഗ് ചെയ്തിടുന്നതും സ്ക്രീൻഷോട്ട് എടുത്ത് ടാഗ് ചെയ്യുന്നതും എന്ത് വ്യത്യാസം? നിങ്ങൾക്ക് സ്റ്റോറി വ്യൂസ് അത്രയും കയറും. ടാഗിങ്ങിനെ പറ്റി പറഞ്ഞ ഹാഷ് ടാഗ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഹാഷ് ടാഗ്സ് നമ്മുടെ റീച്ചിനെ ശരിക്കും ബാധിക്കുന്നുണ്ടോ? ഇല്ല, ഇൻസ്റ്റാഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് നമ്മളിപ്പം ക്ലയൻസിന് വേണ്ടി 700 മില്യൺ വ്യൂസ് ബിസിനസ് ക്ലയൻസിന് വേണ്ടി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ ഹാഷ് ടാഗ് യൂസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഹാഷ് ടാഗ് യൂസ് ചെയ്യാതെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നത്തിങ് മാറ്റേഴ്സ്. നിങ്ങൾ ഹാഷ് ടാഗ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം,
ഈ പണ്ടത്തിനോട്ട് FYP, ഓക്കെ. ഫോർ യു ഇതൊന്നും യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. നിങ്ങൾ ടോപ്പിക്കുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള ഇപ്പം ഇൻ്റർവ്യൂ ചാനലാണ്. ആരാണോ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ ടാഗ് ചെയ്യും. ഓക്കെ. ആളുടെ ഹാഷ്ടാഗ് യൂസ് ചെയ്യുക. ആളുടെ ഫാൻസിൻ്റെ ഹാഷ്ടാഗ് യൂസ് ചെയ്യും. സെയിം തിങ്. നിങ്ങളൊരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നതിനെ പറ്റിയിട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ടാഗ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹാഷ്ടാഗ് കൊടുക്കുന്നത് നമ്മൾ ക്യാപ്ഷൻസിലാണല്ലോ കൊടുക്കുന്നത്. അതെ, അതെ. ഹാഷ്ടാഗിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്താണ് ക്യാപ്ഷനിൽ കൊടുക്കുന്നത്. നിങ്ങൾ ക്യാപ്ഷനിൽ കൊടുക്കുന്ന ആദ്യത്തെ 120 ക്യാരക്ടർ ഉണ്ട്. ദാറ്റ് ഡിറ്റർമിൻസ് നിങ്ങൾക്ക് കമൻറ്റ് എന്തെങ്കിലും വരുമോ. ഇപ്പം ഓക്കെ. ചുമ്മാ റാൻഡമായിട്ട് ഒരു ലവ് ഇമോജി കൊടുക്കുന്നതും ആ ലവ് ഇമോജിക്ക് വരെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നതും നിങ്ങൾക്ക് വരുന്ന കമൻസിലെ ഇൻട്രാക്ഷൻസ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഓൾവേസ് ട്രൈ ടു ഗെറ്റ് മോർ ഇൻട്രാക്ഷൻ. കമൻറ്റ് സെക്ഷനിൽ എത്രത്തോളം ഇൻട്രാക്ഷൻ കൂടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടും. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിലൂടെയൊക്കെ QA സെക്ഷൻസ് ഒക്കെ നടത്തുന്നത് ഉപകാരപ്രദമായിരിക്കും. സ്റ്റോറീസിനകത്ത് ക്യൂ സെഷൻ ഒക്കെ നടക്കുന്നത് നല്ലതാണ്. ഉം. നിങ്ങൾ റാൻഡമായിട്ട് ഫോട്ടോ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ റാൻഡം ക്യാപ്ഷൻസ് ഇടാതെ ട്രൈ ടു മേക്ക് മോർ എൻഗേജ്മെൻറ്റ്. ഒരു ഓക്കെ. ക്വസ്റ്റ്യൻ ഇടാം, ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ഇടാം. അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു സ്വൈപ്പബിൾ 2 ഫോട്ടോ ഇട്ടെന്ന് വിചാരിക്കുക, റെഡും പിങ്കും ഡ്രസ്സ്. ഉം. നിങ്ങൾക്ക് ചോദിക്കാം വിച്ച് വൺ യു ലൈക്ക്. വെറുതെ ഇടുന്നതും ദാറ്റ്സ് ഹൗ മോർ എൻഗേജ്മെൻറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ ഓൾവേസ് ട്രൈ ടു ബ്രിങ് മോർ എൻഗേജ്മെൻറ്റ്. ഇപ്പം ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അൽഗോരിതം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം റീൽസിനും പോസ്റ്റിനും ഒക്കെ അൽഗോരിതം ഉണ്ട്. ഇപ്പോൾ ഒരു റീല് ഏറ്റവും കൂടുതൽ വൈറലാവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് അവരുടെ ഏറ്റവും പുതിയ ഡേറ്റ അനുസരിച്ച് അവർ പറയുന്നത് എത്രത്തോളം ലൈക്കബിൾ ആണ് വീഡിയോ, എത്രത്തോളം ഷെയറബിൾ ആണ് വീഡിയോ. അതിൻ്റെ ഒരു ഇനിഷ്യൽ ഒരു 2-3 മണിക്കൂറിനിടയ്ക്ക് നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു പെർസെൻറ്റേജ് വരുന്നുണ്ട് കമ്പയറിംഗ് ടു കമൻസിനെക്കാട്ടി കൂടുതൽ. അപ്പം ഓക്കെ. നിങ്ങൾക്കൊരു വീഡിയോക്കകത്ത് എങ്ങനെ ലൈക്ക് കൊണ്ടുവരാം, ഒരു വീഡിയോക്കകത്ത് എങ്ങനെ ഷെയർ കൊണ്ടുവരാം, ഒരു വീഡിയോക്കകത്ത് എങ്ങനെ സേവ് കൊണ്ടുവരാം, എങ്ങനെ കമൻറ്റ് കൊണ്ടുവരാം, ഇതിനെപ്പറ്റി ചിന്തിക്കുക. അത് എത്രത്തോളം ചിന്തിക്കുന്നു അവിടെ നിങ്ങൾക്ക് ഇൻട്രാക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ചിലപ്പോൾ ഒരു ഒറ്റ ബാഡ് കമന്റ് ഉം. അല്ലെങ്കിൽ ഒരു ഒറ്റ ബാഡ് ഇൻസ്റ്റൻസ് ഉണ്ടായാൽ നമ്മുടെ എൻ്റയർ ബ്രാൻഡ് തന്നെ തകരാം. ഈ ഇടയ്ക്കൊരു റീസെന്റ് ഇഷ്യൂ നമ്മൾ കണ്ടേ ഉള്ളൂ, രൺവീർ അലാബാദിയുടെ. അലബാദിയുടെ പുള്ളിയുടെ പേജ് നോക്കുവാണെങ്കിൽ മൊത്തം സ്പിരിച്വാലിറ്റി, മെന്റൽ വെൽനസ്, ഫിലോസഫി അല്ല, ഒക്കെ. ഈ രൺബീർ അലബാദിക്ക് പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രൺബീറിന്റെ ആ ബ്രാൻഡിങ് പോയിരിക്കുന്ന കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നോ ഫാപ്പ് ചലഞ്ച്, വെൽനെസ്. പുള്ളി കരിയർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു ഫിറ്റ്നസ് ബിയർ ബൈസെപ്സ് എന്നായിരുന്നു. ബിയർ ബൈസെപ്സ് ഒറിജിനലി ഞാൻ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ. ബിയർ ബൈസെപ്സ് ഒറിജിനലി ഒരു എന്താ പറയുക, ഡൽഹിയിലൊക്കെ ആക്ച്വലി ഓപ്പൺ ജിംസ് ഉണ്ട്. ലൈക്ക് പാർക്കിനകത്ത് നിങ്ങൾക്ക് മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന പോലെ. ചങ്ങലയൊക്കെ കെട്ടിയിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അവിടെയൊക്കെ വർക്കൗട്ട് ചെയ്ത് പിന്നീട് എങ്ങനെ എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊക്കെ പുള്ളി ഇങ്ങനെ കോൺട്രവേഴ്സി കൊണ്ടുവരാറുണ്ട്. ഗേൾസിനെ എങ്ങനെ അട്രാക്ട് ചെയ്യാം, അങ്ങനത്തെ കുറേ അങ്ങനെ ടോപ്പിക്ക് മാറി 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 പല പല നിഷുകൾ ഹാൻഡിൽ ചെയ്ത് ഫൈനലി വന്നതാണ് പോഡ്കാസ്റ്റിംഗ്. പിന്നെ വെൽനെസ്, സ്പിരിച്വാലിറ്റി, അങ്ങനത്തെ പല പല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പറ്റിപ്പോയത് അതിന് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് വന്നത്. അതെ. ഇന്ത്യ ഗോട്ട് ലാറ്റൻസ് പരിപാടി നോക്കുവാണെങ്കിൽ തന്നെ അവനകത്ത് വരുന്ന ഗസ്റ്റുകളും അല്ലെ സമീറേനെ ആണെങ്കിലും തന്നെയാണ് പറയുന്ന പല കാര്യം പണ്ടത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കുക, ഇതിനെക്കാട്ടിലൊക്കെ ഹാർഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഇത് ആരാണ് പറഞ്ഞത്? ആ പറഞ്ഞ ആള് എനിക്ക് തോന്നുന്നു BJP സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ആ ഒരു റൈറ്റ് വിങ് സൈഡിൽ വരുന്നതാണ്. അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഈവൻ പുള്ളിയുടെ ഫോളോവേഴ്സിന് പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതിന്റെ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ചുറ്റിപ്പറ്റി കുറേ ബിസിനസ്സുകളുണ്ട് അല്ലേ. ആൾക്ക് എനിക്ക് തോന്നുന്നു ഒരു മാർക്കറ്റിംഗ് ഫേം ഉണ്ട്, അവർ കുറേ ക്രിയേറ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എഫക്റ്റ് ആവും, ഇതൊക്കെ കമ്പൈൻഡ് ആയിട്ട് എഫക്റ്റ് ആവും. പിന്നെ അടുത്തൊരു കോൺട്രവേഴ്സി ഉണ്ടാവുന്ന വരെയുള്ള പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്ക് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യേണ്ടതൊന്നുമല്ല. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ എന്താണ്, പറഞ്ഞുവിടാത്ത കാര്യങ്ങൾ എന്താണ്, അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും എനിക്കറിയത്തില്ല അവർ എന്തുകൊണ്ട് ഇത് സ്ക്രീനിങ് ചെയ്യാതെ പുറത്തു വിട്ടുന്നുള്ള കാര്യം. ഓക്കെ. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, പുള്ളി പോയിരിക്കുന്ന സ്റ്റേജ് ചുറ്റിനിരിക്കുന്ന ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് കോമഡി പറയാണ്. പുള്ളി മറ്റേ പുള്ളിക്ക് അവിടെ അപ്പോളജിക്കകത്തും പറയുന്നുണ്ട്, അതെ, അതെ. ഞാൻ അവിടെ ഫിറ്റ് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷെ അവിടെ ഹി ട്രൈ ടു ബി. ഇപ്പം 4 പേരിരിക്കുന്നിടത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഹീറോയിക് ഒരു അതൊക്കെ ആയിരിക്കാം പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷെ ഇംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ഓർത്തില്ല. പക്ഷെ ഫ്ലിപ്പായി പോയി. അപ്പൊ ഈ എത്തിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒരു വലിയ പാർട്ട് തന്നെയാണ് നമ്മുടെ ഒരു എത്തിക്സ് അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ നിങ്ങൾക്ക് കുറച്ച് വാല്യൂസ് വേണം. നമ്മൾ സിനിമകൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? ഒരു ഹീറോയും കാണും, ഒരു വില്ലനും കാണും അല്ലേ. ഹീറോ വില്ലന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾക്കോ കുറച്ച് ആക്ഷൻസിനോ അല്ലെങ്കിൽ എന്തിനൊക്കെ എതിരായിരിക്കും നിൽക്കുന്നത്. സെയിം ആണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ. പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ നിങ്ങളൊരു ഹീറോ ആണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ വില്ലൻ. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എതിർക്കണം. ഇത് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ ഫോളോ ചെയ്യുന്ന പല പേഴ്സണൽ ബ്രാൻഡ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും കാണും, അവരെതിർക്കുന്ന കാര്യങ്ങളും കാണും. എത്തിക്സ് എന്ന് പറയുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഒരു മൊറാലിറ്റി വിട്ട് അങ്ങനൊന്നും പോകരുത്. നിങ്ങൾ സെർവ് ചെയ്യുന്ന എന്താണോ ഈ പറഞ്ഞല്ലേ, കോപ്പി അടിക്കാൻ നോക്കുന്നതോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പ്രിറ്റൻഡ് ചെയ്യുന്നതോ അങ്ങനെയല്ല. യു ഹാവ് ടു ബി ട്രാൻസ്പെറൻറ്റ്. നിങ്ങൾ കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആവണം. പിന്നെ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെക്കുക. ഇറ്റ്സ് നോട്ട് ലൈക്ക് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവസി പാടില്ല, പബ്ലിക്കായിട്ട് അങ്ങനെയല്ല.
നിങ്ങളുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെക്കുക. പബ്ലിക് ആക്കേണ്ട കാര്യങ്ങൾ പബ്ലിക് ആക്കുക. നിങ്ങൾ 2 പ്രാവശ്യം ചിന്തിക്കേണ്ട കാര്യം, ഞാനത് പബ്ലിക്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഇറ്റ് ഗോയിങ് ടു ഹെൽപ്പ് യുവർ ബിസിനസ്? ഓക്കെ. ഇസ് ഇറ്റ് ഗോയിങ് ടു ഈ ബിസിനസ് എന്ന് പറയുന്നത് എന്തോ, ഇപ്പോൾ ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ആളുടെ ബ്രാൻഡ് വാല്യൂ ആണ് ബിസിനസ്. അല്ലേ? അപ്പം അതിനകത്തൊരു വാല്യൂ ആഡ് ഓൺ ആവുമോ? ആ വാല്യൂ ആഡ് ഓൺ ആയി കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂട്യൂബ് റവന്യൂ, ഇറ്റ് ക്യാൻ ബി ബ്രാൻഡിങ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. സർവീസ് ആകാം, എന്തും ആകാം. അതിനകത്ത് എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് വരുന്നൊരു കാര്യമാണ്, നിങ്ങൾക്കത് പബ്ലിക്കലി പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, യു ഹാവ് ടു ഡു ഇറ്റ്. അതിനകത്ത് മോണിറ്റി നോക്കേണ്ട ആവശ്യമില്ല. ഈ ഇൻസ്റ്റഗ്രാമിന് കൊളാപ്സ് അല്ലാതെ എന്തെങ്കിലും മോണിറ്റൈസേഷനോ അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ? ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് തന്നെ ഒരു മണി പ്രിന്റിംഗ് മെഷീൻ ആണെന്ന് ഞാൻ പറയും, സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ബിസിനസ്. പക്ഷെ ഒത്തിരി പേർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഇത് പലരും പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയും. എല്ലാവരും ഒരു നോർമൽ പാറ്റേണിൽ നിന്ന് മാറിയിട്ട്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ബിസിനസ്സോ, നിങ്ങൾക്കൊരു നോളജോ, നിങ്ങൾക്കൊരു സർവീസോ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. പലരും അത് പറയാറില്ല. ഇപ്പം കൂട്ടുകാരെ പേടിച്ച് പറയായിരിക്കും, ബന്ധുക്കളെ പേടിച്ച് പറയായിരിക്കും, ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ, എൻ്റെ സൗണ്ട് ശരിയാവുമോ, ഞാൻ അങ്ങോട്ട് നോക്കിയാൽ ശരിയാവുമോ. അങ്ങനെയല്ല. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്കൊരു സർവീസ് ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, യു നോ സംതിങ് അല്ലേ, നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാം. ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഒരു GST ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അക്കൗണ്ടൻറ്റോ എന്തോ ആയിക്കോട്ടെ, എന്ത് സർവീസോ. പല ആൾക്കാരും അവരുടെ അടുത്ത് വന്ന് പല ചോദ്യങ്ങളും ചോദിക്കും അല്ലേ. ഒരു കസ്റ്റമർ ഇല്ലാതെ, ഒരു ക്ലയൻറ്റ് ഇല്ലാതെ ആരും ബിസിനസ് ചെയ്യത്തില്ല. എല്ലാവർക്കും കസ്റ്റമേഴ്സും കാണും, ക്ലയൻസും കാണും. അവർ വന്നിട്ട് ഇവരോട് പല ചോദ്യങ്ങളും ചോദിക്കും അല്ലേ. അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ലൈക്ക് ദർ വിൽ ബി ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, സർവീസ് ആണെങ്കിൽ സർവീസിൻ്റെ പ്രത്യേകത എന്താണ്. ക്രിയേറ്റ് കോണ്ടന്റ് അറൗണ്ട് ഇറ്റ്, സിമ്പിൾ. സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ആൾക്കാരുടെ മിത്തുകളിൽ കുറേ മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സർവീസിലും പ്രൊഡക്റ്റിലും ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്സ് കാണും. ഈവൻ ഒരു സാരി ഉള്ള ഒരാളാണെങ്കിലും ആ സാരി എങ്ങനെ ഡ്രേപ്പ് ചെയ്യാം, അതെങ്ങനെ കീപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ അത് തേച്ച് കഴിഞ്ഞാൽ എങ്ങനെ മടക്കി വെക്കാം പ്രോപ്പറായിട്ട്, അതെങ്ങനെ പ്രോപ്പറായിട്ട് കൊടുക്കാം, ഇതിനെയൊക്കെ അറൗണ്ട് ആയിട്ട് നിങ്ങൾ കോണ്ടന്റ് യു വിൽ ഗെറ്റ് എ ഡിസ്ട്രിബ്യൂഷൻ. അതിനകത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്ത് നോക്കും, യു വിൽ സീ ദ മാജിക് ഹൗ സോഷ്യൽ മീഡിയ ഈസ് ഗോയിങ് ടു എഫക്ട്. അത് ഏതൊരു എന്താ പറയുന്നത്, ചെറിയ പ്രൊഡക്റ്റുള്ള, വലിയ പ്രൊഡക്റ്റുള്ള, ഇപ്പം ഹോൾസെയിലുകാർക്ക് സോഷ്യൽ മീഡിയ ചെയ്യാൻ പറ്റത്തില്ല, റീറ്റെയിലുകാർക്ക് മാത്രമേ ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. എനി പ്രൊഡക്റ്റ് യു പ്ലേസ് ഓൺ സോഷ്യൽ മീഡിയ, നിങ്ങളത് പ്ലേസ് ചെയ്യേണ്ട രീതിയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ചില ഷോപ്പിംഗ് പ്ലാറ്റ്ഫോംസ്, അത് ഈ ഇടയ്ക്ക് പറയാൻ പറ്റും. നമുക്കത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ആഡ്സ് പല രീതിയിൽ പുഷ് വരും. ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് എന്തായിരുന്നു, എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് എനിക്ക് വന്ന കാർ പെർഫ്യൂം എന്തോ, ഫോണിന്റെ കവർ, അതന്നെ ഫോണിന്റെ ബാക്കിൽ നമ്മുടെ ഇമേജ് വരുന്ന NFC ഫോൺ കവർ 1200 രൂപയ്ക്ക് എന്തോ വന്ന സമയത്ത് ഞാൻ ഓർഡർ ചെയ്തത്. എനിക്ക് വന്നത് കാറിന്റെ പെർഫ്യൂമാണ്. ലൈക്ക് ഇതുപോലെ പലയിടത്തും നടക്കുന്നുണ്ട്. ഇപ്പം റാൻഡം ആയിട്ടിരിക്കുന്ന ആർക്കും ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു പേരിടാം, ആഡ്സ് റൺ ചെയ്യാം. കംപ്ലീറ്റ്ലി ഫേക്ക് ആയിരിക്കും അത്. ഒരു സപ്പോർട്ടോ കസ്റ്റമർ സപ്പോർട്ടോ അത് ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പം സ്കാമിലൊന്നും പെടാണ്ടിരിക്കുക. ഇൻ കേസ് പെട്ടുപോവാണെങ്കിലും നിങ്ങല്ല ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഓതറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഇപ്പം നല്ല മാർക്കറ്റ് പ്ലേസുകളിൽ നിന്ന് മേടിക്കാൻ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ ഒരു ആഡ്, റാൻഡം ആയിട്ട് ഒരു ആഡ് വരുവാണെന്ന് വിചാരിക്കുക, ആ ആഡ് യു ജസ്റ്റ് സെർച്ച് ഓൺ ഇൻസ്റ്റാഗ്രാം. അവർക്ക് പേജ് ഉണ്ടോ, ഗൂഗിളിൽ സെർച്ച് ചെയ്യരുത്, വെബ്സൈറ്റിൽ കണ്ടൊന്നും വിശ്വസിക്കരുത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോംസിലോ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ, യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ സെർച്ച് ചെയ്യുക. അവർക്ക് യൂസേഴ്സ് ഉണ്ടോ, അവരുടെ പ്രൊഡക്റ്റ് ടെസ്റ്റിമോണിയൽസ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ, അവരുടെ പ്രൊഡക്റ്റ് വീഡിയോസ് ഉണ്ടോ. മേക്ക് ഷുവർ ദേ ആർ ഓതറൈസ്ഡ്. ഇന്ന് വന്ന കാലത്ത് ഷോപ്പിഫൈയും ആഡ്സും റൺ ചെയ്യാൻ പറ്റുന്ന ആർക്കും നിങ്ങളെ സ്കാം ചെയ്യാം. ഇത് സ്കാമിങ്ങിൻ്റെ ഒക്കെ ലെവല് വേറെ രീതിയിലാണ് കേട്ടോ. ഇപ്പം AI ഇൻ്റഗ്രേഷനോട് വന്നുകൊണ്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഇൻസിഡൻറ്റ് ഞാൻ പറയാം. നാട്ടിലൊരു റിലേറ്റീവ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. മുകേഷ് അംബാനി സംസാരിക്കുന്നതായിട്ടാ. മുകേഷ് അംബാനി വന്നിട്ട് നമുക്ക് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, അപ്പം ഇത്ര ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മുകേഷ് അംബാനി ഇന്ന് സംസാരിക്കുകയാണ്. ഇത് ലൈക്ക് പെട്ടെന്ന് ഒരു സാധാരണക്കാരൻ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് AI വീഡിയോ ആണോ ഒറിജിനൽ വീഡിയോ ആണോ എന്നുള്ള കാര്യം മനസ്സിലാവത്തില്ല. 25,000-30,000 രൂപയും കണ്ടാണ് പെർ ടോക്കൺ എന്നും പറഞ്ഞിട്ട് ഇന്ന് തീരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആഡ് വരുന്നത്. ബംഗാളിലാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി കുറേ ആഡ്സ് വരുന്നുണ്ട് ഇങ്ങനെ. സോ ഇതിനകത്തൊന്നും പോയി പെടാണ്ടിരിക്കുക. AI ഇൻ്റഗ്രേഷൻ കൂടെ വന്നത് കാരണം ഒറിജിനൽ ഏതാ ഫേക്ക് ഏതാന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകത്തില്ല. ഡീപ് ഫേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. യു ജസ്റ്റ് ഗോ ഫോർ എ പ്രോംപ്റ്റ്, നിങ്ങൾ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടും. പല ഇൻഫ്ലുവൻസേഴ്സും ഇപ്പോൾ സ്വന്തമായിട്ട് വീഡിയോ ചെയ്യാറില്ല. അവരുടെ ഒരു അവതാർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ആർ ജസ്റ്റ് ഗിവിംഗ് ദ പ്രോംപ്റ്റ് കൊടുത്തിട്ട് കോണ്ടന്റ് കൊടുക്കുക. AI will generate the video, Avatar will generate the video. അത് എഡിറ്റിങ്ങിൽ മാത്രമാണ് പിന്നെ പ്ലേസ്മെന്റ് വരുന്നത്. സോ റൈറ്റ്സ് നൗ ഇറ്റ്സ് ഹാപ്പനിങ്. സോ സ്കാമിനൊന്നും പെടാണ്ടിരിക്കുക. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ കാണാറില്ലേ പല ആൾക്കാരും പല വീഡിയോസും കാണുമ്പോൾ നമ്മുടെ അടുത്തെന്ന് പറയും, ഇത് ഞാൻ പ്ലാൻ ചെയ്തതാണ്, ഇത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു, ഇത് ഞാൻ ചെയ്തായിരുന്നു ഞാൻ വൈറലായനെ, അങ്ങനെ പറയല്ലേ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് സ്റ്റാർട്ട് ക്രിയേറ്റ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. വേറെ ഇപ്പം സ്റ്റാർട്ടപ്പിൻ്റെ ഐഡിയാസ് അതുപോലെയാണ് അല്ലേ. ഇപ്പം ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും ചായക്കടയിലൊക്കെ ഇരുന്ന ആൾക്കാർ പറയാറില്ലേ, ലൈക്ക് എൻ്റെ ഐഡിയ ആയിരുന്നു,
നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ആ ലെവലിലോട്ട് എത്തി. ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സിക്യൂട്ടിങ് തിങ്സ്. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അഡ്വാൻറ്റേജ്. നിങ്ങളുടെ ലൈഫിന് തന്നെ ആയിരിക്കും അഡ്വാൻറ്റേജ്. സോ ഇഫ് യു ഹാവ് എ തോട്ട്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു കോണ്ടന്റ് ക്രിയേഷൻ, വേറെ ആരെങ്കിലും ആർക്കും വരാം. സി, ഇറ്റ്സ് എ ഫ്രീ വേൾഡ്. എല്ലാവരും ഓപ്പൺ ആണ്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് അറിയാമല്ലേ, നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പത്രം വായിക്കുകയോ ലൈബ്രറി പോവോ അല്ലെങ്കിൽ ആൻറ്റിനെയൊക്കെ തിരിച്ച് ചാനലൊക്കെ മാറ്റി. ഇപ്പം ഇറ്റ്സ് അവൈലബിൾ എവരിവെയർ. ആർക്ക് വേണമെങ്കിലും എന്ത് സ്റ്റാർട്ട് ചെയ്യാം. സോ ഓൾവേസ് ഹാവ് എൻ ഐ ഓൺ ദാറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട് ഉണ്ടെങ്കിൽ വിത്തൗട്ട് ഒരു സെക്കൻഡ് തോട്ട് നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഇൻസ്റ്റഗ്രാം വെരിഫൈഡ് അക്കൗണ്ട് ആവുക അല്ലെങ്കിൽ ബ്ലൂ ടിക്ക് കിട്ടുക, ഇപ്പൊ ഭയങ്കര എളുപ്പമല്ലേ അത്? അതെ അതെ. പക്ഷെ അത് അതിൻ്റെ അകത്ത് ഒരു ഒതന്റിസിറ്റി അല്ലെങ്കിൽ അത് പോയി. അല്ലേ? ഒതന്റിസിറ്റി എന്നുള്ളത് പോയി. ഇപ്പം ട്വിറ്ററിലാണെന്ന് തോന്നുന്നു ജീസസ് വെരിഫൈഡ് അക്കൗണ്ട് കണ്ടത്. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും വെരിഫൈഡ് അക്കൗണ്ട് ചെയ്യാം. അത് ഒതന്റിക് ആയിരുന്നൊരു സമയമുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പൊ എന്റെ 2 അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് ഒരു അക്കൗണ്ട് വെരിഫൈഡ് ആണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എന്റെ ഫേക്ക് അക്കൗണ്ട് വേറെ ആരും ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു അക്കൗണ്ട് വെരിഫൈഡ് ആയിട്ട് വെച്ചേക്കുന്നത്. ഇപ്പോഴത്തെ ഒരു രീതിയിൽ 699 വരെയുള്ള ആർക്കും വെരിഫൈഡ് അക്കൗണ്ട് എടുക്കാം. നിങ്ങൾക്ക് ആർട്ടിക്കിളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. മറ്റേതും ഉണ്ട് കേട്ടോ, ആർട്ടിക്കിൾസ് വെച്ചിട്ട് വെരിഫൈഡ് ആയിട്ട് പേയ്മെന്റ് ഒന്നും ഇല്ലാതെ വെരിഫിക്കേഷൻ കിട്ടുന്ന ആൾക്കാരും ഉണ്ട് ത്രൂ ഇൻസ്റ്റാഗ്രാം. പക്ഷെ മറ്റേതും തമ്മിൽ വ്യത്യാസമില്ല, ആർക്കും തിരിച്ചറിയാം. പക്ഷെ അവർ അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവന്നെങ്കിൽ പിന്നെയും പ്രയോജനം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം 1000 കമന്റ് കിടക്കുന്നത് നിങ്ങളുടെ വെരിഫൈഡ് ആയിട്ടുള്ള കമന്റ് വരുവാണെങ്കിൽ യു വിൽ ഗെറ്റ് എ പ്രയോറിറ്റി. പിന്നെ ഇൻസ്റ്റാഗ്രാം എന്തെങ്കിലും പെട്ടെന്ന് ഹാക്ക് വല്ലതും ആവുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ ഡയറക്റ്റ് സപ്പോർട്ട് ഫ്രം ദം. അങ്ങനത്തെ ചെറിയ ചെറിയ അഡ്വാൻറ്റേജ്, അല്ല റീച്ച് ഒന്നും ഇല്ല. വെരിഫൈഡ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് റീച്ച് ഒന്നും കൂടുതൽ കിട്ടത്തില്ല. ഇൻസ്റ്റാഗ്രാം ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിലാണ് ഗ്രോത്ത് ഉള്ളത്. ഒന്ന് ഓർഗാനിക് ഗ്രോത്തും ഉണ്ട്, പെയ്ഡ് ഗ്രോത്തും ഉണ്ട്. എല്ലാവരും ചെയ്യുന്ന മണ്ടത്തരം ഞാൻ പറയാം. ഓർഗാനിക് ഗ്രോത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ പെയ്ഡ് മാർക്കറ്റിംഗ് ചെയ്യും. ഞാൻ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ 1 മില്യൺ ആവാം, 100K ആവാം, 20 മില്യൺ ആവാം, 100 മില്യൺ ആവാം. ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ്. അപ്പം ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്ത് വ്യൂസ് കയറിയില്ല, എല്ലാവരും ചെയ്ത മണ്ടത്തരമാണ്. എൻ്റെ 1-2 ക്ലയൻസും ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ പല ആൾക്കാരും വന്ന് ഉപദേശിക്കുമല്ലോ, ഒരു വീഡിയോ അങ്ങോട്ട് റീച്ച് ആകുമ്പോഴേ നീ ആഡ് റൺ ചെയ്യും, ഭയങ്കര മണ്ടത്തരമാണ്. നിങ്ങളൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൻ്റെ കേസിൽ, ഫേസ്ബുക്കിൽ മേ ബി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ചെറിയൊരു പെയ്ഡ് ക്യാമ്പയിൻ കൊടുക്കണം എന്നുള്ള കാര്യം. ഇൻസ്റ്റാഗ്രാമിൻ്റെ കേസിൽ റീൽസിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഡ്സ് റണ്ണ് ചെയ്യുവാണെങ്കിൽ ഓർഗാനിക്കായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഉണ്ടല്ലോ. ഇപ്പം റിസ്വാന് 500 മില്യൺ വ്യൂസ് കിട്ടി. പുള്ളി ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബൂസ്റ്റ് ചെയ്തായിരുന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പം വീഡിയോ ഓർഗാനിക്കായിട്ട് ഗ്രോത്തിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ദിവസത്തേക്ക് അതൊന്നുമേ ചെയ്യാണ്ടിരിക്കുക, ഒരാഴ്ചത്തേക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കുക. ആർട്ടിഫിഷ്യൽ ബൂസ്റ്റിംഗ് ഒഴിവാക്കണം. ആർട്ടിഫിഷ്യൽ ബൂസ്റ്റിംഗ് ഒഴിവാക്കി. ഇൻസ്റ്റാഗ്രാമിൽ ആക്ച്വലി പോസ്റ്റ് ചെയ്യുന്നത് തന്നെ മണ്ടത്തരമാണ്. കാരണം നിങ്ങൾക്ക് ടാർഗറ്റ് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഒന്നുമില്ല, റീടാർഗറ്റിംഗ് ഇല്ല. ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ ത്രൂ മാത്രമേ നിങ്ങൾ ആഡ്സ് റൺ ചെയ്യാവൂ. അതിനകത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു വീഡിയോ വൈറലായി, ആ വൈറലായ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ള വ്യൂസിൻ്റെ മേളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. ഇതൊന്നും ബൂസ്റ്റ് പോസ്റ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. റാൻഡം ആയിട്ടുള്ള, ഇപ്പം ബ്രോയ്ക്ക് CEO ആവാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ട്. ശരിക്കും CEO ആണോ? അല്ല. അതാണ് ഈ ഡേറ്റയും ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം പഠിക്കുന്ന ആൾക്കാർ, ഇന്ന കോഴ്സിന് പഠിക്കുന്ന ആൾ, ഇത് ഇൻട്രസ്റ്റും ഡേറ്റയും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾക്ക് ഫോട്ടോഗ്രാഫർ ആവാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഫോട്ടോഗ്രാഫർ ആവാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഇത് ഫോട്ടോഗ്രാഫി ജോബായിട്ട് എടുത്തേക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കത്തില്ല. ആ ജോബ് ഡേറ്റ നിങ്ങൾക്ക് ആഡ്സിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ മാത്രം നിങ്ങൾക്ക് ആഡ്സ് കാണിക്കാം. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ആൾക്കാരെ മാത്രം ആഡ്സ് കാണിക്കാം. സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസിന് മേളിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ആഡ്സ് റൺ ചെയ്യാം. ദാറ്റ് വിൽ മേക്ക് മോർ കൺവേർഷൻ. ഇപ്പം ഫോളോവർ ക്യാമ്പയിൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അവരോട് റെക്കമെൻഡ് ചെയ്യാറുള്ളത്, നിങ്ങളൊരു വീഡിയോ വൈറലായി, ഓൾറെഡി അവർക്കറിയാം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യൂസിന് മേളിൽ നിങ്ങൾ ആഡ്സ് റൺ ചെയ്യും. റാൻഡമായിട്ട് ആഡ്സ് റൺ ചെയ്യാതെ ഓൾവേസ് റെക്കമെൻഡബിൾ ഫേസ്ബുക്ക് ആഡ്സ് റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കുക. ഇപ്പോൾ ബേസിക്കലി ഒരു വൈറൽ കണ്ടന്റ് ഉണ്ടാക്കുന്നതിന്റെ പിന്നിലെ കുറച്ച് എന്താ പറയുക ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു ആർ ക്രിയേറ്റിംഗ്. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് ചില കൺട്രോളബിൾ ഫാക്ടേഴ്സും ഉണ്ട്, ചിലത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചില വീഡിയോസ് വൈറലാവുന്ന എന്താണെന്ന് നിങ്ങൾക്ക് പോലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മൈനർ ഫാക്ടേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൺട്രോളബിൾ കാര്യങ്ങളുണ്ട്. മേ ബി നല്ലൊരു സ്റ്റാർട്ടിങ് കൊടുക്കുക. ഇറ്റ്സ് ഓൾ അബൌട്ട് സ്ക്രോളിങ്. ആ സ്ക്രോളിൽ നിങ്ങൾക്ക് ഒരാളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. ഇത് ഏത് രീതിയിലും ആകാം. ഇത് വിഷ്വലി ആകാം, മേ ബി ഒരു സൗണ്ട് ആകാം, മേ ബി നിങ്ങൾ കാണിക്കുന്ന ഒരു ചെറിയ ഒരു ചെറിയ മൊമെൻ്റ് ആകാം, നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഇടിക്കുന്നതാകാം. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ആ സ്ക്രോൾ ഇത് പല പല രീതിയിൽ ആൾക്കാർ ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 3 സെക്കൻഡിൽ നിങ്ങൾക്ക് ഒരാളുടെ സ്ക്രോൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത് നിങ്ങൾക്ക് കാറിൽ കൂവിയിട്ട് എന്ത് വേണമെങ്കിലും കാണിക്കാം. നിങ്ങൾക്ക് റെഫറൻസസ് എടുക്കാം. ഇപ്പം ഒരാൾക്ക് വർക്കായിട്ടുള്ള സാധനം നിങ്ങൾക്ക് വർക്കാവും. അത് റെഫറൻസ് എടുത്തിട്ട് ദെൻ ഇറ്റ്സ് ഓൾ അബൌട്ട് ആ
സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ, ആ സ്റ്റാർട്ടിംഗ് നടുവേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, നിങ്ങൾ ആ ഒരു യുണീക്ക് ഫാക്ടർ എങ്ങനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റി സൈഡോ, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേജ് വിസിറ്റ് ചെയ്യണമെങ്കിലോ ദർ ഷുഡ് ബി എ റീസൺ. ഓക്കെ. അല്ലേ? ഞാൻ എല്ലാവരോടും പറയാറുള്ളത്, നിങ്ങളെ ആൾക്കാർ ഓർത്തിരിക്കുന്നത് എപ്പോഴും 1-2 കാര്യത്തിൻ്റെ പുറത്തേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് കാര്യത്തിൻ്റെ പുറത്ത് നിങ്ങൾ ഒരാൾ ഓർത്തിരിക്കത്തില്ല. ഓക്കെ. ഇപ്പം നമ്മൾ പറയാ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഇൻസ്റ്റാഗ്രാം സ്ട്രാറ്റജിസ്റ്റ് ആണ് എന്ന് പറയുന്നതിനകത്താണ് എനിക്കൊരു പ്ലേസ്മെന്റ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഒരു നോർമൽ ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡിജിറ്റൽ മാർക്കറ്റർമാരിൽ ഒരാൾ. ഓക്കെ. അപ്പം നമ്മുടെ പ്ലേസ്മെന്റ് എപ്പോഴും നോക്കണം. അപ്പം നിങ്ങളെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും നിങ്ങളെ ഫോളോ ചെയ്യുന്നതും ദർ ഷുഡ് ബി എ സ്പെസിഫിക് റീസൺ. ഒന്നുകിൽ നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി ഇത് വന്ന് കയറാറുണ്ട്. പലയിടത്തായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വന്ന് കോർ ഏരിയ ആയിട്ട് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ആരും ട്രൈ ചെയ്യാത്ത കാര്യം എക്സ്പെരിമെന്റ് ചെയ്യുക, അത് ആൾക്കാരെ ഇഷ്ടപ്പെടുത്താം. പക്ഷേ ഒരു 90% ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കണ്ടന്റ് ചെയ്യാൻ നിൽക്കുന്ന, ഏത് രീതിയിൽ കണ്ടന്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരും 2 മാസം കളഞ്ഞിട്ട് പോകും റിസൾട്ട് ഇല്ലെങ്കിൽ. പക്ഷെ നിങ്ങൾ ആ 3-ാമത്തെ മാസം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയ ഇടോണ്ടോ എന്താ വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല. ആ വലിയൊരു ബെറ്റർ ലൈഫ്, മേ ബി ഒരു ബെറ്റർ പ്ലേസ്മെന്റ് നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് കൺസിസ്റ്റൻസി. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ലോങ് യു ആർ പ്ലേയിങ് ദിസ് ഗെയിം, ഓക്കെ. ഈവൻ ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് റിസൾട്ട്. അപ്പോൾ ഫൈനലി ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ്, വാട്ട്സ് ദാറ്റ് വൺ തിങ് ദാറ്റ് വി വാണ്ട് ടു ഫോക്കസ് ഓൺ ടു ബിക്കം എ ബ്രാൻഡ് എന്ന് ചോദിച്ചാൽ? ഡോക്യുമെന്റ് എവറിത്തിങ്. എവറിത്തിങ്. മാക്സിമം കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുക. സിംപ്ലസ്റ്റ് തിങ് വിച്ച് യു ക്യാൻ ഡു ഇസ് യു ജസ്റ്റ് ടേക്ക് യുവർ ഫോൺ, റെക്കോർഡ് സംതിങ്, സം റാൻഡം. എല്ലാവരും ഈ പെർഫെക്ഷനിസത്തിന്റെ പുറകെ പോകുന്നതുകൊണ്ടാണ് പ്രശ്നം. എല്ലാവർക്കും എല്ലാം പെർഫെക്റ്റ് ആവണം. ഫ്രെയിം പെർഫെക്റ്റ് ആവണം, നല്ല ക്യാമറ വേണം, നല്ല ലൈറ്റ് വേണം, നല്ല ബാക്ക്ഗ്രൗണ്ട് വേണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏറ്റവും പ്രോ ആയിട്ടുള്ള വീഡിയോസാണ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ. അവരിപ്പോൾ എങ്ങനെയാണ്, അവരിപ്പോൾ എന്ത് ചെയ്യുന്നു. അംബാനി ഞാനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും അംബാനിയുടെ ലെവലെത്താൻ പറ്റും? ഇല്ല. യു ഹാവ് ടു ഗോ ടു ദ റൂട്ട്, ഹൗ ദേ സ്റ്റാർട്ടഡ്, അവരെങ്ങനെയാണ് ഇനിഷ്യേറ്റ് ചെയ്തത്. എല്ലാവർക്കും സ്ട്രഗിൾസ് ഉണ്ട്. അപ്പം ആ സ്ട്രഗിൾസിൽ നിന്ന് മാറി ബെസ്റ്റ് തിങ് വിച്ച് യു ക്യാൻ ഡു ഇസ് ഡോക്യുമെന്റ്, ടെൽ യുവർ സ്റ്റോറി. ഓക്കെ. ഓരോരുത്തരുടെ സ്റ്റോറിയും ഡിഫറെൻ്റ് ആണ്. ഈവൻ ഇപ്പം മറ്റേ ഒരു കുട്ടിയുണ്ടല്ലോ, ഫുൾ ടൈം ഫുഡ് കഴിക്കുന്ന, കുട്ടിയുടെ പേരെന്തായിരുന്നു? സുമി. ഓക്കെ. ഓക്കെ. പുള്ളിക്കാരത്തിൻ്റെ സ്റ്റോറി എന്താ? പുള്ളിക്കാരത്തി രാവിലെ വേണ്ടി ഇങ്ങനെ കഴിക്കുക, ഓക്കെ. ഫുൾ ടൈം കഴിക്കുക. പക്ഷേ പുള്ളിക്കാരത്തി കിട്ടിയ റീച്ചും ഒരു ഡിസ്ട്രിബ്യൂഷനും പുള്ളിക്കാരത്തി അറിയാത്ത ആൾക്കാർ ഇപ്പോൾ കുറവാണ്. കേരളത്തിൽ പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടോ ഇപ്പോൾ? ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്ക് ഡോക്യുമെന്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയത്തില്ല അതിനകത്ത് യുണീക് ഫാക്ടർ എന്താണെന്നുള്ളത്. ട്രൈ ടു എക്സ്പെരിമെന്റ്, ഡോക്യുമെന്റ് ഇറ്റ്. So guys, there are simpler ways to become a brand. Document everything, be original and be consistent. ഇപ്പോൾ ഈ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സ്ട്രാറ്റജിസ്റ്റ് സുനിൽ സാറാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഈ ഒരു ഇൻഫോർമേറ്റീവ് സെഷന് വേണ്ടി ഞങ്ങളോട് വന്നതിന് ഹാപ്പി ഫ്രെയിംസിൻ്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും. താങ്ക് യു. താങ്ക്സ്.